CPM-ൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. ഇപ്പോ പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ആകാൻ താല്പര്യമുണ്ടാകുമോ? ഒരിക്കലും അദ്ദേഹത്തിന് അതിന് താല്പര്യം ഉണ്ടാകും തോന്നുന്നില്ല. ഇനിയിപ്പോ വെറുതെ ഒരു MLA മാത്രമായിട്ട് ചുരുങ്ങേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ ആരായിരിക്കും? ഇപ്പോഴേ 35 MLA-മാരാണ്. 35 MLA-മാരെ എടുക്കുമ്പോൾ പിന്നെ ആരെയായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട് എടുക്കാൻ പറ്റുന്നത്? ഒന്നാലോചിച്ച് നോക്കാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ സെക്കൻഡ് കേഡർ അവർ വളർന്നു വരാഞ്ഞതിന്റെ ഒരു വലിയ തകരാറാണത് പറയുന്നത്. രണ്ടാം നിരയെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് വരാത്തതിൻ്റെതായ കുഴപ്പങ്ങളാണ്. സീനിയോറിറ്റി പ്രകാരം രണ്ടാം നിരയിൽ ആ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാറി നിന്നാൽ ആ നിരയിലേക്ക് വരാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു, ആ പാർട്ടിയിലുണ്ട്. പക്ഷേ അവരാരും പറഞ്ഞില്ല, അതിൽ ചിലരൊന്നും ജയിച്ചില്ല. അങ്ങനെ നമ്മൾ പറയുന്ന KK ശൈലജ വനിതയാണെങ്കിൽ KK ശൈലജയെ പോലെ ഒരാൾ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. അല്ലെങ്കിൽ പിന്നെ കൺവീനർ ഉണ്ടായിരുന്നു, TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ജയിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ അവരുടെ തലയെടുപ്പുള്ള ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു പോയി. ഇപ്രാവശ്യം മത്സരിച്ച് തലയെടുപ്പുള്ള ഒത്തിരി ആൾ പരാജയപ്പെട്ടു പോയി. വളരെ പ്രമുഖരായ കുറച്ച് പേര് മത്സരിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. രണ്ടാം നിര വരാഞ്ഞത് കൊണ്ടുള്ള തകരാറാണ്. എല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു, അല്ലേ? എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിച്ചത് കൊണ്ടുണ്ടായ കുഴപ്പങ്ങളാണ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പഴിദോഷം മുഴുവൻ അദ്ദേഹത്തിന് കിട്ടി, അല്ലേ? പഴിദോഷം മുഴുവൻ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ എന്റെ ബാക്കിയല്ലേ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുന്നതെന്ന് ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം സംഭവം ശരിയാണ്, ഇതൊരു മുന്നണിയല്ലേ ഭരിച്ചത്. മുന്നണിയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഭരിച്ച ആർക്കും വേറെ കുറ്റപ്പെടുത്തലുകളില്ല. ഇപ്പൊ CPI ഉണ്ടായിരുന്നു, ഇവരോടൊപ്പം തന്നെ ഭരിച്ചൊരു CPM-നോടൊപ്പം തന്നെ ഭരിച്ചൊരു മുന്നണി അല്ലായിരുന്നു. CPI ഉണ്ടായിരുന്നു, അവർക്കും മന്ത്രിമാരല്ലേ, 3-4 മന്ത്രിമാർ അവരുടേതും ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ മുന്നണി ഭരിച്ചതാണ്. അപ്പൊ ഈ പരാജയത്തിന് അവർ ഉത്തരവാദിയല്ലേ? അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറി വന്നതാണ്. മാണി ഗ്രൂപ്പ് വന്നു, അവർ മത്സരിച്ച മുഴുവൻ സീറ്റുകളും തോറ്റുപോയി. ജനം അവരെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദിത്വം എന്ത് പറ്റി? മറ്റൊരു നേതാക്കന്മാർക്കും കിട്ടാതെ പിണറായി വിജയനിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ധർമ്മടത്തുനിന്ന് കഴിഞ്ഞ തവണ 50,000 പേരെ വോട്ടുകൾക്ക് ജയിച്ച അദ്ദേഹം ഇപ്രാവശ്യം കഷ്ടിച്ച് 20,000 പേരെ വോട്ടുകൾക്ക് 10-30,000 വോട്ടുകൾ ആ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ട്. ജയിച്ചു വന്ന സ്ഥിതിക്ക് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? അതാണ് ചോദ്യം വരുന്നത്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പേര് പറയാൻ എന്ത് ചെയ്യും? CPM-നെ സംബന്ധിച്ചുള്ള പേര് പറയാനില്ല. പിന്നെ ആകെ കൂടെ പറയാനുള്ളത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KN ബാലഗോപാലാണ്. സീനിയറാണ്. ബാലഗോപാൽ വളരെ സീനിയറായ നേതാവാണ്. എല്ലാ തരത്തിലും പക്വതയും പാകതയും ഒക്കെയുള്ള ആളാണ്. അതൊക്കെ സമ്മതിക്കാം, അതൊക്കെ ശരിയാണ്. ഒരു പക്ഷെങ്കിലും ഒരു ഓപ്ഷൻ അതേ ഉള്ളൂ. KN ബാലഗോപാലിനായിരിക്കും ഒരു പക്ഷെങ്കിലും നമ്മൾ പരിഗണിക്കാവുന്ന 3-4 പേരുകളുടെ കൂട്ടത്തിൽ ടോപ്പിൽ വരാവുന്ന ഒരാൾ KN ബാലഗോപാലിനാണ്. പിന്നൊന്ന് മുഹമ്മദ് റിയാസാണ്. ഇപ്പൊ കോഴിക്കോട് മലബാറിലെ CPM അടപടലേ പോയതാണ്, അല്ലേ? അവരുടെ പിന്നെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ ആളുകളെല്ലാവരും കൂടെ CPM-നെതിരെ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ BJP-യെ തോൽപ്പിക്കുന്നതിനായിട്ട് ചില മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഇതുണ്ട്. അവരുടെ തലയെടുപ്പുള്ള എല്ലാ നേതാക്കന്മാരും, പിന്നെ കണ്ണൂരിലെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. കണ്ണൂരിലാണെങ്കിൽ ഒരു കാലത്ത് ഇളകത്തില്ല, ഒരു കാലത്തും പിന്നെ കണ്ണൂർ കോട്ടയെക്കാട്ടിൽ ബലമുള്ള കോട്ടയാണ് കണ്ണൂരിലെ നമ്മൾ കരുതിയിരുന്ന സ്ഥലത്താണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ? പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ എത്ര വോട്ടുകളാണ് മറിഞ്ഞിരിക്കുന്നത്. 50,000, 60,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി CPM നേടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അതെല്ലാം മറികടന്നിട്ട് അവിടെ പിന്നെ പാർട്ടിയുടെ സ്വതന്ത്രരായിട്ട് മത്സരിച്ചിരുന്ന ആളുകളാണ് ജയിച്ചിരിക്കുന്നത്. CPM നിന്ന് വിട്ടു വന്ന ശേഷം UDF സപ്പോർട്ടോടുകൂടി മത്സരിച്ചിരുന്ന കുഞ്ഞികൃഷ്ണന്റെ കാര്യങ്ങളും TK ഗോവിന്ദന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടില്ലേ? പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് റിബലായിട്ട് നിന്നിട്ട്, റിബൽ എന്ന് പറയാനൊക്കത്തില്ല, അവർ UDF പിന്തുണയോടുകൂടി മത്സരിച്ചിട്ട് അവരാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ണൂർ അടപടലേ പോയി. അത് പറഞ്ഞില്ലേ, അതിന്റെ ഇതിനകത്ത് ഒന്നും ബാക്കിയില്ലാത്ത പോലെ കണ്ണൂരിൽ അവർ തകർന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വന്നാലും കോഴിക്കോട്ടും സമ്പൂർണ്ണ പരാജയമാണ്. ആരാണ് അവിടെ ജയിച്ചിരിക്കുന്നത്? അവിടെ ജയിച്ചിരിക്കുന്നത് ഒറ്റ ഒരാളാണ്, അല്ലേ? അവിടെ തലയെടുപ്പുള്ള നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡ് പൊസിഷനിൽ പരിഗണിക്കാവുന്ന ഒരാളെന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പരിഗണിക്കാം. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് റിയാസിനെ പരിഗണിച്ചുകൂടാ? വലിയ പ്രായമില്ല. അതേപോലെ തന്നെ DYFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടിരുന്ന ആളാണ്. ഇപ്പൊ 2ാം തവണയാണ് MLA ആകുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പാർലമെന്ററി കാര്യങ്ങളിലൊക്കെ നല്ല പരിചയമായി. എല്ലാ തരത്തിലും പരിഗണിക്കാം.
പക്ഷേ റിയാസിനെ സംബന്ധിച്ച് പരിഗണിക്കുമ്പോൾ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണല്ലോ, മകളെയാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ആരോപണം വേണമെങ്കിൽ ഉയരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റെല്ലാ മെറിറ്റും മാറ്റിവെച്ച ശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, കണ്ടോ മുഖ്യമന്ത്രി പോയ ശേഷം, പിണറായി വിജയൻ മാറിയ ശേഷം അദ്ദേഹത്തിന്റെ മരുമകന് കൊടുത്തു എന്നുള്ളൊരു മട്ടില് എതിരാളികൾക്ക് ആരോപണം ഉന്നയിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പരിഗണിക്കാവുന്ന രണ്ടാം പേരുകാരനാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആരാണ് താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ജൂനിയർ ലെവൽ ആളുകളാണ്. അങ്ങനെ വലിയ ഒരുപാട് ജയിച്ച ആളുകളുണ്ടാവും. ഒന്നോ രണ്ടോ തവണ MLA-മാരായ ആളുകളുണ്ട്. ഇപ്പൊ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ ബൈ ഇലക്ഷൻ അടക്കം 3 തവണ ജയിച്ച ആളാണ്. അവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ് പിന്നെ നമ്മുടെ സഭാ നടപടികളെ, ചട്ടങ്ങളിലെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പരിഗണിക്കുന്ന സമയത്ത് സജി ചെറിയാൻ ഒരു ചാൻസ് കൊടുക്കുമോ, അത്തരം കാര്യങ്ങൾ ഒരു ചാൻസ് കൊടുക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിലേക്ക് എത്തി ആ തരത്തിലേക്ക് നമ്മൾ താഴോട്ട് പരിഗണിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. അല്ലാതെ പെട്ടെന്നൊരാളിന്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നൊരു ചോദ്യം അതിനകത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം ആ സംഘടനാപരമായിട്ട് വളർത്തിയെടുത്തതിൽ വന്ന തകരാറ് തന്നെയാണ്. അതെപ്പോഴും കരുതണമായിരുന്നു. ഒരു രണ്ടാം നിര മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളുണ്ട്. പ്രത്യേകിച്ച് അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണ് അവർ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഒരു സെക്കൻഡ് കേഡർ, തേർഡ് കേഡർ അവരെപ്പോഴും ഉണ്ടാക്കിയിരിക്കും. അതെ, ഒരാൾ മാറിക്കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞാൽ തൊട്ടുപുറയിൽ ആരെന്നുള്ളതിന് ഉത്തരവുണ്ട്. അവർക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു സംവിധാനം സാധാരണ CPM-ന് അത് ഉണ്ടായിരുന്നു. CPM സംബന്ധിച്ചുള്ള കേഡർ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ അത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതാണോ അതോ ബോധപൂർവ്വം ചെയ്തതാണോ എന്നറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പക്ഷേ മുഖ്യമന്ത്രി ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ അത് ഏൽക്കാനാണ് സാധ്യത. കാരണം ഒരു പരാജയം ഉണ്ടായതിന്റെ പേര് അദ്ദേഹം മാറി നിന്നു, അത് ഒളിച്ചോടിപ്പോയെന്നൊരു അങ്ങനെയും വരാം. പിന്നെ അദ്ദേഹം തിരുവനന്തപുരം വിട്ടു പോകണ്ടേ. ഇപ്പൊ അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസ് അല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ, അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ നഷ്ടപ്പെടുന്നുള്ളൂ. കന്റോൺമെന്റ് ഹൗസ് കിടപ്പുണ്ട്, പ്രതിപക്ഷ നേതാവിനുള്ളതാണല്ലോ. അതായത് ഒരു മന്ത്രിക്ക് തുല്യമായ എല്ലാ സ്റ്റാറ്റസും അദ്ദേഹത്തിന് കിട്ടും. പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം കിട്ടും, പ്രതിപക്ഷ നേതാവിനും കിട്ടുന്നതാണ്. പോലീസ്, അകമ്പടി, മറ്റു കാര്യങ്ങൾ, സ്റ്റാഫ്, മറ്റു കാര്യങ്ങൾ, സംവിധാനങ്ങളുണ്ട്. താമസിക്കാൻ ഔദ്യോഗിക വസതിയുമുണ്ട്. അപ്പൊ തൽക്കാലം ക്ലിഫ് ഹൗസിൽ നിന്ന് എങ്ങോട്ട് മാറിയാൽ മതി? മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറിയാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് CPM ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളൂ. പ്രിഫറൻസ് അങ്ങോട്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരം വിട്ടു പോകുന്നതിന് MLA ആണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും കണ്ണൂരിലേക്ക് മാറേണ്ടി വരും. കണ്ണൂരിലേക്ക് കുടുംബ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിൽ എവിടെയെങ്കിലും താമസിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ കന്റോൺമെന്റ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും മറ്റു നീക്കങ്ങൾക്കും ഇനിയും പാർട്ടിയെ റിവൈവൽ ചെയ്യുക, ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കി കിടക്കുകയല്ലേ. ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഡാമേജ് മാറ്റിയെടുക്കണം. അത് ഏതാണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു സമ്പൂർണമായ ഒരു വലിയ അഴിച്ചുപണിക്ക് പാർട്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിണറായി വിജയനെ പോലുള്ള ആള് സ്ഥിരം തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കന്റോൺമെന്റ് ഹൗസിൽ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഉള്ളത് നല്ലതാണ്. അതേപോലെ തന്നെ സഭയിലും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞില്ലേ, മൈക്ക് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് മൈക്ക് കിട്ടുന്നതാണ്. എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയാം. ആര് സംസാരിക്കുന്നതിനിടയിലാണെങ്കിൽ ശരി, പ്രതിപക്ഷ നേതാവിന് ഫ്രീ ആയിട്ട് മൈക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതെല്ലാം ആധികാരികമായിട്ട് സംസാരിക്കുന്നതിനും വേണമല്ലോ. നമ്മളൊരു വിഷയം പറയുന്ന സമയത്ത് ഭരണപക്ഷത്തു നിന്ന് വരുന്ന ആരോപണങ്ങളെ ആധികാരികമായിട്ട് പ്രതിരോധിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല വശമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തൽക്കാലം പിണറായി വിജയൻ തന്നെ അത് തുടരാനാണ് സാധ്യത. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് അലട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ കുറച്ച് നാളെ 1-2 വർഷത്തിന് ശേഷം ചിലപ്പം മറ്റൊരു ഓപ്ഷനിലേക്ക് അത് വരാം, മറ്റൊരാളെ പാർട്ടി കണ്ടെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് ക്ലെയിം CPI ഉന്നയിക്കുന്നുണ്ട് അല്ലെ, വെക്കുന്നുണ്ട്. ആരാണ് അല്ല, പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനത്തേക്ക് ക്ലെയിം CPI വെക്കുന്നുണ്ട് അല്ലെ? CPI. അതെ. അത് സ്വാഭാവികമാണല്ലോ. അവരും രണ്ടാം കക്ഷിയല്ലേ അവിടെ. CPM കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തില് അവരുടെയും കുറച്ച് MLA-മാര് ജയിച്ചിട്ടില്ലേ. അവർ സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം ഉപനേതൃസ്ഥാന അതിനകത്തിൽ നമ്മൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതൊരു മറ്റേ ആളില്ലെന്നുണ്ടെങ്കിൽ ഒരു ചാർജ് എന്നുള്ളൊരു മട്ടിലേ വരുന്നുള്ളൂ. പക്ഷേ പ്രതിപക്ഷ സ്ഥാനം തന്നെയാണ്, നേതാവിന്റെ സ്ഥാനം തന്നെയാണ് ഏറ്റവും വലുത്. അതിന് ഈ പറയുന്നത് പോലെ CPI നമുക്ക് പറഞ്ഞില്ലേ, അങ്ങനെ വലിയ തലയെടുപ്പുള്ള അവർക്കും വലിയ ക്ഷീണമാണ് സംഭവിച്ചിരുന്നത് അല്ലേ. പ്രത്യേകിച്ച് അവിടെ അവരുടെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ
ബിനോയ് വിശ്വത്തിന്റെ സ്വന്തം നാടായ വൈക്കത്ത് പോലും ചരിത്രപരമായ തോൽവിയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർ അതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാലത്തും അതേ പറഞ്ഞില്ലേ, CPI എന്നും സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിന് അവിടെ സംവരണ സീറ്റാണ് അവിടെ ജയിച്ചിരുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ CPIയുടെ ഒരു കുത്തക സീറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണ് വൈക്കം. വൈക്കത്തെ പരാജയം അവരെ ശരിക്കും അക്ഷരാർത്ഥം ഞെട്ടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ചാത്തന്നൂര് അവരുടെ മണ്ഡലമായിരുന്നു. എത്രയോ കാലങ്ങളായിട്ട് അവർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ BJP ആണ് ജയിച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ വോട്ടുകൾ, LDFന്റെ വോട്ടുകൾ BJPയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത്തരം ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ക്ലെയിം ചെയ്യും, ഉപനേതാസ്ഥാനം അവർ ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്യാൻ കൊടുക്കാവുന്നതുമാണ്. അത്തരം കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല.